ക്ലേ വെച്ച് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കി. പക്ഷേ ക്ലേ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? ₹1 ചിലവില്ലാണ്ട് മണ്ണിൽ എങ്ങനെ നമുക്ക് ക്ലേ ഉണ്ടാക്കാം എന്നതാണ് ഫസ്റ്റത്തത്. വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചധികം ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ മണ്ണെടുക്കുന്നത്. ഡയറക്റ്റ് മണ്ണെടുത്തുകൊണ്ട് ഇതിൽ കുറച്ചധികം കല്ലുകളും കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും. അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. എല്ലാം വേസ്റ്റൊക്കെ കളഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒരു നൈസ് തുണിയെടുത്ത് ഇതിലോട്ടൊന്ന് അരിച്ച് വൃത്തിയാക്കി എടുക്കണം. ഈ തുണിയിൽ വീഴുന്ന മണ്ണല്ല നമുക്ക് ആവശ്യം, ഇതിനുള്ളിൽ പോകുന്ന ഇതുപോലത്തെ ചെളിവെള്ളമാണ് ആവശ്യം. ഈ വെള്ളം ഇതുപോലെ 2-3 മണിക്കൂർ അനങ്ങാതെ വെച്ചേക്കണമെന്നാണ് പറയണത്. പക്ഷേ എനിക്ക് ഒരു ദിവസം വേണ്ടി വന്നു, എന്നിട്ടും തെളിഞ്ഞിട്ടില്ല. ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടും ഇത് എന്നോട് അത്ര സഹായിക്കുന്നില്ല. പിന്നെ ഞാൻ കരുതി കിട്ടിയത് മതി, അതിനനുസരിച്ച് ബാക്കി ചെയ്താൽ പോരെ. താഴെ കുറച്ച് മട്ടി ഉണ്ടാവും, അത് അനക്കാണ്ടാണ് നമ്മൾ ഈ മുകളിലത്തെ വെള്ളം മാറ്റേണ്ടത്. ഈ സാധനമാണ് നമ്മുടെ ക്ലേ. കുറച്ച് പ്രോസസ്സും കൂടെ കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇതിലെ വെള്ളം മൊത്തം കളയണം, അതാണ് നമുക്ക് ആകെ ഉള്ളൊരു പ്രോസസ്സ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത തുണിയിലോട്ട് ഇത് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് അതിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലൊരു കിഴി കെട്ടിയിട്ട് ഇത് എവിടെയെങ്കിലും കെട്ടി വെക്കുകയോ അതോ ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് വെക്കുകയോ ചെയ്യാം. ഇത് കുറേ നേരം ഇരുന്ന് ഇതിന്ന് വെള്ളം ഇറ്റിട്ടിട്ട് അതിലെ വെള്ളം മൊത്തം പൊയ്ക്കോളും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ കിഴി തുറക്കുമ്പോൾ തന്നെ ഇതിൽ നല്ല വെള്ളയീർപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോസിലാ കണ്ട കണക്കത്തെ അതേപോലത്തെ ക്ലേ. എനിക്ക് ഒത്തിരി സന്തോഷമായി, കാണാനെങ്കിലും ഭംഗിയുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതുകൊണ്ടൊന്നും പ്രോസസ്സ് തീർന്നിട്ടില്ല, ഇനിയും ഉണ്ടടോ. ഉണ്ടാക്കി വെച്ച സാധനം ഇതുപോലെ ഒരു തുണിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ദിവസം ഏകദേശം തലേ ദിവസം വെച്ചിട്ട് രാവിലെ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി കിട്ടി. ഇല്ല നമ്മളെല്ലാം പാടത്തൊക്കെ പോകത്തില്ലേ, അതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ അതെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരത്തുള്ളൂ. ഞാൻ ക്ലേ ഉണ്ടാക്കാൻ എടുത്ത മണ്ണിൽ കുറച്ചധികം കടൽ തീരത്തൊക്കെ ഉണ്ടാകുന്ന തരിതരി മണ്ണില്ലേ, അതായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിൽ പശ കാണുമോ എന്നുള്ള ഡൗട്ടുണ്ടായിരുന്നു. ആ ഒരു ഡൗട്ട് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് സെറ്റായി കിട്ടി. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈയും കൂടെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഇത് ഇത്ര ചെറുതായല്ലോ എന്ന് ആരും വിചാരിക്കേണ്ട. ഏകദേശം ഒരു 1 കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഇതിലുണ്ടായിരുന്നു. ഇത് സാധാരണ ഒരു ക്ലേ ടച്ച് ചെയ്യുന്ന കണക്കാണ് എനിക്ക് ഫീൽ ആയത്. ഇനി ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയത് ഡ്രൈ ആകുമ്പോൾ അറിയാം ഇത് പൊട്ടിപ്പോവോ ഇല്ലേ. ഉണ്ടാക്കിയ ശേഷം ഇതുപോലൊരു കണ്ടെയ്നർ വെച്ച് നമുക്ക് സൂക്ഷിക്കാം. രണ്ടാമത്തത് പൗഡർ ക്ലേ. പൗഡർ ക്ലേനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് പറഞ്ഞത്, ചേച്ചി ഈ പൗഡർ ക്ലേ ഒന്ന് ട്രൈ ചെയ്യാവോ എന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൗതുകത്തോടെ ഒന്ന് റിസർച്ചൊക്കെ ചെയ്തപ്പോൾ സംഭവം ഇങ്ങനെയാണ് കണ്ടത്. അതിൽ വേറെ എന്തൊക്കെയോ ഒരു യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അധികം ഒന്നും മെനക്കെടാത്ത രീതിയിൽ പൗഡറും കുറച്ച് പശയും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഈ പൗഡർ ഡേറ്റ് കഴിഞ്ഞതാണ്, അല്ലാണ്ട് എടുത്താൽ എന്തായാലും വീട്ടിൽ നിന്ന് തല്ല് കിട്ടും, അത് വേറൊരു കാര്യം. ഇതിലെനിക്ക് ആകെ എക്സ്പെൻസീവായിട്ട് തോന്നിയത് ഗമ്മ്. പശ എന്തായാലും ഇതിൽ വേണ്ടി വരും. ഇതിൽ നല്ല രീതിയിൽ പശ ഇറക്കിയാൽ മാത്രമേ അതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ടും അതുപോലെ ഇരിക്കത്തുള്ളൂ. പൗഡറിൻ്റെ കൂടെ അതേ ലെവലിൽ നമ്മൾ ഗമ്മും കൂടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റും ഒരു ഔട്ട്പുട്ടും കിട്ടത്തുള്ളൂ. പിന്നെ ഇത് മിക്സ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ പുട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ചപ്പാത്തിയിൽ തീർക്കണം. കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടെ നേരത്തേക്ക് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. കാരണം നമ്മൾ വാങ്ങുന്ന എയർ ക്ലൈൻ്റെ അത്ര ഒരു ഭാരം ഇതിന് തോന്നിച്ചില്ല. ഇത് കുറച്ച് മാത്രമേ ഉള്ള കണക്ക് എനിക്ക് ഫീൽ ചെയ്തത്. പേപ്പർ ക്ലേ എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയുണ്ട്. കുറച്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ട് കളർ ക്ലേയും കൂടെ രീതിയിൽ ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് ഞാനിവിടെ റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ ഈ 4ആണ് എടുക്കുന്നത്. ഇതിന് ഞാൻ പെയിൻറ്റ് കളറാണ് യൂസ് ചെയ്തത്. ആദ്യം ഇത് ചെയ്തപ്പോൾ ഇത് വർക്കാവോ എന്നുള്ള ഡൗട്ടുണ്ട്. കാരണം ഈ പെയിൻറ്റ് എൻ്റെ കയ്യിൽ മൊത്തം പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് വീണ്ടും വന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ മാത്രമേ കിട്ടുന്നുള്ളൂ. ആ ഗമ്മും പെയിൻറ്റും പൗഡറുമായിട്ടൊന്ന് മിക്സ് ചെയ്യാനുള്ള ടൈം മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതിനുള്ളിലെ പെയിൻറ്റുമായിട്ടൊന്ന് സെറ്റായിക്കോളും. പിന്നെ നമ്മളെ കയ്യിലൊന്നും പറ്റത്തില്ല, അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. ഈ കളറ് മിക്സ് ചെയ്യണത് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അത് നമ്മൾ ഇത്ര ചെയ്താൽ മതി എന്ന് വെക്കരുത്. ഇതെല്ലാം ഫുള്ള് ഫിനിഷാക്കി എടുക്കണം. ഇത് ഞാൻ സ്പീഡിന് കാണിക്കുന്നതുകൊണ്ടാണ്. ഇത് കുറേ നേരം എടുത്താണ് ആ കളർ ഫുള്ള് ഒന്ന് സ്പെർട്ടായി കിട്ടിയത്. ആ പൗഡർ ടിന്നിൽ ഉണ്ടായിരുന്നൊരു പകുതി ഭാഗത്തോളം ഞാൻ എടുത്തായിരുന്നു. പക്ഷേ ഈ ഗമ്മുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഇത്തിരി പോരെയുള്ളൂ. ആകെ 4 കളറിന് മാത്രമേ എനിക്കിത് കിട്ടിയുള്ളൂ. 4 എണ്ണമേ ഉള്ളൂ. എന്നിരുന്നാലും അതിൻ്റെ വർക്ക് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ വൈറ്റ് ആ ക്ലേനെയും കാട്ടിയും കളർ വന്നതിന് ശേഷം നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ യൂസ് ആക്കാനും പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം, ഡ്രൈ ആയി പോകത്തില്ല.
അടുത്തത് നമ്മുടെ പേപ്പർ ക്ലേ ആണ്. പേപ്പർ ക്ലേ ആയിട്ട് നമ്മൾ എടുക്കാൻ കാരണം ഇപ്പോൾ നമ്മൾ സ്കൂളൊക്കെ അടിച്ചേക്കുകയല്ലേ, അപ്പോൾ ഒരുപാട് ബുക്കിൻ്റെ ഫ്രണ്ട് ഇതുപോലെ നമ്മൾ കീറിക്കളയും. കാരണം ബാക്കിൽ ഒരുപാട് നല്ല പേജ് ഉണ്ടാവത്തില്ലേ, അങ്ങനെ കീറിക്കളയുന്ന പേപ്പർ കുറച്ച് എടുത്ത് വെച്ചാൽ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ക്ലേ ഉണ്ടാക്കിയെടുക്കാം. വൈറ്റ് പേപ്പർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ എന്തായാലും ഈ പേപ്പർ കളയും. അപ്പോൾ ഈ കളയുന്ന പേപ്പർ കൊണ്ട് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെയാണ് ഈ എഴുതിയ പേപ്പർ എടുത്തത്. അതിലൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, വഴി നമുക്ക് മനസ്സിലാക്കാം. കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് നേരത്തേക്ക് വെള്ളത്തിൽ വെച്ച് അടച്ചു വെക്കുക. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ എല്ലാ പേപ്പറും ഒന്ന് കൊവുന്ന് കിട്ടും. ഇനി അതൊന്ന് പിഴിഞ്ഞ് വേറൊരു ബൗളിലോട്ടാക്കി വെക്കുക. ഒരുപാട് വെള്ളമൊന്നും കളഞ്ഞില്ലെങ്കിലും അത്യാവശ്യം വെള്ളമൊന്ന് കളഞ്ഞ് മാറ്റി വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞ് ഈ ബൗളിൽ നിന്ന് ഈ പേപ്പർ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വെള്ളം നോക്കുക, ഇതിൻ്റെ കളർ അറ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം നമ്മൾ ഈ പേനയുടെ മഷിയാറ്റം എങ്ങാനും ബ്ലൂ കളർ അതിൽ പടർന്നിട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട്. അങ്ങനെയൊന്നുമില്ലടാ, ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, കുറച്ച് നേരം അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തിട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ഇരിക്കുക, ഒരു ബ്ലൂ ഷെയ്ഡ്. വൈറ്റ് പേപ്പറാണ് നമ്മൾ എടുത്തത്, ആ പേനയുടെ മഷിയാണ് ഈ ബ്ലൂ കളറായിട്ടിരിക്കണേ. അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൽ നമുക്ക് നേരത്തെ പൗഡർ വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടെ സ്മൂത്ത് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ആ പൗഡർ ഇട്ടേ. പൗഡറും പിന്നെ ഇതുപോലെ ഗമ്മും കൂടെ തേച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത കണക്കൊന്നുമല്ല, നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് തന്നെ മിക്സ് ചെയ്യണം. എത്ര നേരത്തെ മൽപ്പിടുത്തമെന്ന് അറിയോ ഇതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ഒരു സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് ഒരുമാതിരി തരിയായിട്ടാണ് കിടക്കുന്നത്. എന്നാലും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഇത് വർക്കാവോ ഇല്ലേ നോക്കാം. സംഭവം എന്തായാലും അടിപൊളിയായിട്ടില്ലേ. ക്ലേ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ വളരെ സിമ്പിളായിട്ടും നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റി. പക്ഷെ ക്ലേ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് വെച്ചാൽ അതത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പണിയാണ്. ഈ സോയിൽ ക്ലേ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, കടൽ മണ്ണാണ് ഇതിൽ കൂടുതലുണ്ടായിരുന്നത്. എനിക്കതിൻ്റെ ഒട്ടും ഒരു വിശ്വാസം ഇല്ലാണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് എങ്ങനെയും ഈ ക്ലേ ഒന്ന് തീർത്ത് കിട്ടണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു ചെടിച്ചട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വന്നപ്പോൾ ചെടിച്ചട്ടി മാറി വേറെ എന്തൊക്കെയോ ആയി. സ്വാഭാവികം. പരത്താനും ഇതുണ്ടാക്കാനും ഉള്ള ടൂൾസൊന്നും നമ്മളെ കയ്യിലില്ല. ഉള്ള ടൂൾസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമുക്ക് ആ സമയത്ത് ഏതാണോ വേണ്ടത് അതെടുത്ത് ചെയ്യുക. ഈ ക്ലേ ആണെങ്കിൽ എൻ്റെ അടുത്ത് സഹകരിക്കുന്നതേ ഇല്ല. ഒന്ന് പിടിക്കുമ്പോൾ ഒന്നവിടെ ഇളവി പോവുക, ഇങ്ങനെ പിളർന്നങ്ങ് പോവുക. അതിന് തമ്മിൽ ഒന്നും ഒരു ജോയിൻ്റ് ഇല്ലാത്ത പോലെ. എന്തൊക്കെ ചെയ്തിട്ടും അതങ്ങ് പരസ്പരം ഒന്നും ഒട്ടുന്നില്ല. അത് ഞാൻ കുറച്ച് നേരം ഇട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിലൊരു കുഞ്ഞു വിടവ് വന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് പിളർന്ന് പോവുക. അപ്പോഴെനിക്ക് മനസ്സിലായത് എന്തായാലും ഫ്ലോപ്പ് ആവുമെന്ന്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇതിലെന്താ ഇത്ര കൃത്യം അറിയാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതത്ര സിമ്പിളല്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ അത് നമ്മുടെ അടുത്ത് സഹകരിക്കത്തില്ല. ഒന്ന് പിടിക്കുമ്പോൾ ഒന്നും കളയി പോവുക. അവസാനം ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇത് കണ്ടോ, ഇതിങ്ങനെ ബിൾബിളാന്ന് പറഞ്ഞില്ല, വാട്ടർ ബലൂൺ കണക്ക് അതങ്ങ് അതിൻ്റെ രീതിയിൽ അങ്ങ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. ഈ മൺചട്ടിയും മൺകലങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ സമ്മതിക്കണമല്ലോ, എത്ര നേരെ ഇരുന്നിട്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെതായിരിക്കാം ഇത്രയും ടൈം എടുത്തത്. എന്നിരുന്നാലും അതൊരു എഫേർട്ട് തന്നെയാണ്. ഇത് നല്ല ജെല്ലി പോലെ ഉണ്ട്. പിന്നെ ഞാനിത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 ദിവസം എടുത്തു. അത് ഫാനിൻ്റെ അടിയിലാണ് ഞാൻ ഉണക്കാൻ വെച്ചത്. സൂര്യനെ ഞാൻ 3 ദിവസം കൊണ്ട് കാണിച്ചിട്ടേ ഇല്ല. ഫാനിൻ്റെ അവിടെ വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. കലങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കൊട്ടി നോക്കാറില്ലേ, അതുപോലെ കൊട്ടിയൊക്കെ നോക്കി. അപ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടെന്ന്. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേയും കാട്ടി വലുതാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ മണ്ണത്ര എനിക്കത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. ഇത് ഞാൻ വെറുതെ ചെയ്യുവാണല്ലോ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ചെയ്ത് വന്നപ്പോൾ വിചാരിച്ചൊരു ഔട്ട്പുട്ട് എനിക്കതൊന്ന് കിട്ടി. അതാണ് ഒരു വലിയ കാര്യം. ഞാൻ എത്ര ടൈം എടുത്തിട്ട് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. എൻ്റെ മനസ്സിൽ എന്തായാലും ചെയ്യാൻ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞാണ് ചെയ്തത്. പക്ഷേ ഇത് ക്ലേ ആയിട്ട് കിട്ടിയടോ, എന്ത് രസമല്ലേ, നല്ല രസമുണ്ട്. ആദ്യമേ പറഞ്ഞൊരു പോട്ട് രീതിയിലാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. പിന്നെ ഇതിന് ഷേപ്പ് മാറിയത് കൊണ്ട് എൻ്റെ ചിന്താഗതികളും മാറി. പിന്നെ എനിക്കിതൊരു കിണറാക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡിസൈൻ കൊടുത്തത്. ഈ ഡിസൈൻ ഇതിൻ്റെ ഷേപ്പിന് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഡിസൈൻ വരയ്ക്കാൻ വലിയ മെനക്കേടൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് തീർന്നു. ഇതിന് പിന്നെ അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. ഇത് ഞാൻ കരുതി ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ക്ലേ കൊണ്ട് വേറെ പലതുമൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഓവറാക്കണേ, കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാണ്ടാക്കുമെന്ന് കരുതിയിട്ട് ഞാൻ അതിനൊന്നും മുതിർന്നില്ല. പിന്നെ ഞാൻ ഇത് താഴെ വെക്കുന്നവരെ ശ്രദ്ധിച്ചായിരുന്നു.
എൻ്റെ ഈശ്വരാ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നവരെങ്കിലും ഇതൊന്നും പൊട്ടാതിരിക്കണേന്ന് എഴുതിയിട്ടാണ് ഞാനിത് എടുത്തിട്ട് ഏകദേശം ഒരു 5-6 ദിവസമായി. ഇപ്പോഴും അതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇതെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ വീഴ്ത്തി നോക്കി ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് വെച്ചിട്ട്. ഒരു കുഴപ്പമില്ലടോ. ഇതെങ്ങനെ, ഇത് എൻ്റെ വീട്ടിൽ നിന്നുള്ള മണ്ണാണോ? ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ വീട്ടിലെ മണ്ണാണോ ഇത്? സ്വന്തം വീട്ടിലെ മണ്ണുകൊണ്ട് 1 രൂപ ചിലവില്ലാണ്ട് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ എന്തിനാണാവോ നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് ഈ ക്ലേ മേടിക്കണേ? ഇത് ശരിയാവൂല എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഈ ക്ലേ ചെയ്തത്. അതുകൊണ്ട് കുറച്ച് മാത്രമേ ചെയ്തോളൂ. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി മൊത്തം തീർക്കുകയും ചെയ്തു. ഇനി ക്ലേ വേണമെങ്കിൽ കുറച്ചും കൂടെ ഉണ്ട് ബാക്കി. ഇനി വേറെ ക്ലേ വേണമെങ്കിൽ നമ്മൾ ഒന്നേന്ന് ഉണ്ടാക്കണം. സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിലെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതൊന്നും കണ്ടാൽ പറയത്തില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് പൗഡർ ക്ലേ ആണ്. പൗഡർ ക്ലേ കൊണ്ട് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കണം. കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലും ബൗളോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, എന്തെങ്കിലും യൂസ്ഫുൾ ആവണതും ബട്ട് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നതുമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാനൊരു ഫാൻസി മിറർ ഉണ്ടാക്കാമെന്ന് കരുതിയത്. ഇത് നമ്മുടെ എയർ ഡ്രൈ ക്ലേ ഇല്ലേ, അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് ഇതും തരുന്നത്. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ പീസാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ സ്കെയിൽ യൂസ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഈ ഗ്ലാസ് ആണെന്ന് തോന്നിയോണ്ട് അത് യൂസ് ചെയ്തേ. എന്തെങ്കിലും പരന്ന എന്തെങ്കിലും മതി. എടുത്ത് വെച്ചിരുന്ന എല്ലാ ക്ലേയും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. സർക്കിളിൻ്റെ കണ്ണാടി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ സ്ക്വയറിൽ തന്നെ എടുത്തത്. പിന്നെ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെന്തായാലും നമ്മുടെ കഴിവ് ഇതിൽ തെളിയിക്കുന്നുണ്ടല്ലോ. ഈ സ്റ്റെപ്പ് ഫിനിഷായപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നൊരു സ്ക്വയർ ഷേപ്പിലെ കണ്ണാടിയാണെന്ന് എന്തായാലും പറയത്തില്ല. ഈ ഡിസൈനൊക്കെ എനിക്ക് അപ്പം തോന്നി അപ്പം ചെയ്തതാണ്. കാരണം എനിക്ക് അത് ഇതിൻ്റെ കൂടെ മേച്ചാവും എന്ന് തോന്നിയോണ്ട് ചെയ്തതാണ്. വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. മെത്തേഡ് സിമ്പിളാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഗമ്മ് തേച്ചിട്ട് ഈ ക്ലേ ഒട്ടിക്കണമെന്ന് ഞാൻ കരുതി. പിന്നെ അത് മെനക്കേടായതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ഞാനത് ചെയ്തു. പക്ഷേ ഇത് ഇളവിയൊന്നും പോയില്ല, ഉണങ്ങിയിട്ടും അതുപോലെ തന്നെ ഇരുന്നു. ഈ പൗഡർ ക്ലേയിൽ നമ്മൾ വാട്ടർ ചേർത്തിട്ടില്ലായിരുന്നല്ലോ, അതിൻ്റെ ഒരു എഫക്റ്റ് ഇതിലെന്തായാലും കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കറക്റ്റ് ആ ഒരു ഫീൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഒരുപാട് അങ്ങ് ലൂസും ആവാണ്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് എനിക്ക് കിട്ടി. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് നോക്കി വെച്ചോ, ഇത് സിമ്പിളായിട്ട് തീരും. ഈ പ്രോസസ്സിൽ വേണമെങ്കിൽ നിർത്താം, പക്ഷേ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ഒന്ന് പരത്തിയിട്ട് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മളെല്ലാ വേയും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏതാണ് ബെറ്റർ വേ എന്ന് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നി ഈ ഒരു മെത്തേഡാണ്. ഫ്ലവർ മാത്രം പോരല്ലോ, 2 ലീഫും കൂടെ ചെയ്തിട്ടുണ്ട്. ലീഫ് ചെയ്യാൻ കുറച്ച് സിമ്പിളായിരുന്നു. പിന്നെ ഡീറ്റെയിലിംഗ് കൂടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ നേരത്തെ ജോയിൻറ്റ് ചെയ്തില്ലേ, ആ ഭാഗത്താണ് നമ്മളിപ്പോൾ ഈ ഫ്ലവേഴ്സ് വെക്കണേ. അപ്പോൾ അതിൻ്റെ വൃത്തിയുടെ നമുക്ക് മറിഞ്ഞ് കിട്ടുമല്ലോ. ആ ഫ്ലവറും കൂടെ വെച്ചപ്പോൾ അതിൻ്റെ ലുക്കാകെ അങ്ങ് മാറി. നമ്മൾ നേരത്തെ കണ്ട ഒരു ലുക്കേ അല്ല. എല്ലാ ക്ലേ ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് പിന്നെ എടുക്കാൻ നോക്കിയപ്പോൾ ഒന്നും നടക്കണില്ലടോ, ഇതെല്ലാം കൂടെ ഒടിഞ്ഞൊക്കെ വീഴുക. പിന്നെ ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതൊന്ന് വെച്ച് നോക്കി. ഇത് ഞാൻ ഉച്ചയ്ക്ക് ചെയ്തു. പിറ്റേന്ന് രാവിലെയാണ് എടുത്ത് നോക്കിയത്. ഇത് നോർമൽ എയർ ഡ്രൈ ക്ലേ കണക്ക് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ ക്ലേ നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് കുറച്ചെടുത്തിട്ട് അതും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണം. നോർമൽ ക്ലേ കണക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി എടുക്കാൻ ചെയ്തത്. ഇതും ഞാൻ സോയിൽ ക്ലേയും ഒരു ദിവസമാണ് ഉണങ്ങാൻ വെച്ചത്. ഏകദേശം 3 ദിവസം എടുത്തു. ഉണങ്ങി കിട്ടിയതിന് ശേഷം ആളാകെ അങ്ങ് മാറി. നല്ല ഉറപ്പുണ്ടായിരുന്നു. നോർമൽ നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന അത്ര ഒരു വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ബട്ട് നല്ല രീതിയിൽ ഉറപ്പായിട്ട് നിന്നു. പിന്നെ ഒരു പെയിൻ്റ് അടിച്ച് ഞാനത് ഫിനിഷാക്കി. ഉണ്ടാക്കിയ 3 ക്ലേയും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ബാലൻസ് ആയിട്ട് കുറച്ച് ക്ലേ വന്നിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കണ്ട.